ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെ നിന്നറിയാമോ? വെള്ളേനക്കായലിലാണ് കേട്ടോ. വെള്ളേനക്കായലിൻ്റെ ആ ഭംഗിയെന്ന് പറഞ്ഞതൊരു വേറൊരു ലെവലാണ് കേട്ടോ. ഈ കായലിലും ഈ കിരീടം പാലമുണ്ട്. കിരീടം പാലത്തിൻ്റെയും പിന്നെ പുഞ്ചക്കിരിയുടെയും നടുക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കണ്ടോ ഇവിടുത്തെ വെള്ളം നോക്കി. ഞാൻ വെള്ളത്തിൽ കാലക്കെട്ടാൻ ഇരിക്കുകയാണ്. നല്ലൊരു വൈബുള്ള സ്ഥലം കേട്ടോ. ഞാൻ നോക്കി കേട്ടോ, ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ നോക്കി എൻ്റെ പാൻറ്റ് മൊത്തം നനഞ്ഞ് കണ്ടോ. ഇതുണ്ടോ എൻ്റെ ഇതുവരെ നനഞ്ഞു. എന്നിട്ട് എനിക്ക് അവിടെ കാലം മുട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. എന്തായാലും ഞാൻ തന്നെ ഇവിടെ കൂടെ ഒന്ന് കുറച്ച് കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വണ്ടി കിടക്കുന്നത് ഞാൻ കാറിലാണ് വന്ന്. കാറിൽ കിടക്കുന്നത് അവിടെ കിടക്കണ്ട, ഇത് അവിടെ കിടക്കണ്ടോ. കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കിടക്കണം. ഇങ്ങോട്ട് നമുക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നടന്ന് വന്നാൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നടന്ന് വന്നാൽ നമുക്ക് ബൈക്ക് വരാൻ പാടാണ്. പിന്നെ ഇത്തിരി ചെളിയൊക്കെ ഉണ്ട്. എന്നാലും നടന്ന് വരുന്നതാണ് ഏറ്റവും നല്ലൊരു സൗകര്യം. കാരണം ഈ മഴ സമയത്ത് എന്തായാലും ഇവിടെ എന്തായാലും വരാൻ പറ്റില്ല. കാരണം അത്രയും ഇതായിരിക്കും, വെള്ളമായിരിക്കും. കാരണം ഇപ്പോഴെ തന്നെ വെള്ളമുണ്ട് കണ്ടോ. ഇപ്പോഴത്തൊക്കെ വെള്ളം വലിച്ച് പറഞ്ഞാൽ നോക്കി കണ്ടോ. കണ്ടോ ഇവിടെ തന്നെ വെള്ളം ഒഴുകി വന്ന് ഇങ്ങോട്ടാണ് പോകുന്നുണ്ട്. ഇന്ന് നേരെ അങ്ങ് കായലിലോട്ട് അങ്ങോട്ടോട്ട് പോകണം. എന്തായാലും ഒരു വൈബുള്ള സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് കാണുന്നുണ്ട്. ആ കാണുന്നൊരു മലയുണ്ട്. ആ മലയാണ് നേവിയുടെയൊക്കെ മിലിറ്ററിയുടെയൊക്കെ ഓഫീസാണ് കേട്ടോ. അവരുടെ ഒരു ക്യാമ്പാണ് അവിടെ. അതാണ് മൂക്കുന്നി മല എന്ന് പറയുന്നത്. മൂക്കുന്നി മല ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത്. കണ്ടോ ഞാൻ ഇവിടെ ഇരുന്നില്ലേ, ആ ഇരുന്നതിൻ്റെ ഇവിടെ നിന്നുണ്ടായി. ഇവിടെ ഉണ്ടായി ഒരു പാലമല്ല ഒരു റോഡ്. ഞാൻ വന്ന റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അതുവരെ ഒരു ബൈക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കണം. ആ ബൈക്ക് അതുവരെ പോയി നോക്ക്. അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. നല്ല രസമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ്ങിൽ വെച്ച് അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ വന്നത് ഒരു 2:30-3 മണിയാണ് കേട്ടോ. ഈവനിങ് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്നാലും അതുവരെ ഒന്ന് നടന്ന് നോക്കാം. അങ്ങോട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. നടന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറേ ചല്ലിയും ഇതൊക്കെ റോഡിൻ്റെ പണിയാവണമെന്നെങ്കിൽ അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും അവർ കുറേയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാലും നടന്ന് വരാൻ പറ്റും. പക്ഷെ വരുമ്പോഴേ എന്നാലും ഇത് നെല്ലാണ് കണ്ടോ. നെല്ല് നട്ടിട്ടിരിക്കണ്ട. ഒരു അടിപൊളി കാഴ്ചയല്ലേ കണ്ട. നെല്ലാണ് കണ്ട. ഇത് മഴ സമയത്തൊക്കെ ചിലപ്പോൾ ഇത് അതിന് മുമ്പേ ഒക്കെ അവർ തന്നെ വിളവെടുക്കും. ഞാനിങ്ങ് നടന്ന് കുറേ ഞാൻ കേട്ടോ. അങ്ങോട്ട് വളരെ ആൾക്കാർ വളരെ കുറവാണ്. ഒരു 2 ബൈക്ക് മാത്രമാണ് പോയത്. ചെളിയും ഉണ്ട്. എനിക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ കേട്ടോ. ആ മഴ സമയത്തുള്ള ചെളിയാണ് ഇവിടെ അത് കാണുന്നത്. ഈ വെള്ളേണി കായലിലെ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച ഇത് കണ്ട. കൊക്കുകൾ കണ്ട. ഇത് നിറച്ച് കൊക്കുകളുണ്ട്. നല്ല വൈറ്റ് കളറിൽ ഈ ഗ്രീനിലെ വൈറ്റ് കളർ കാണുമ്പോൾ എന്ത് രസം നോക്കി. അത് പോയിട്ട് ഞാൻ വേറൊരു കാഴ്ച ഇവിടെ കാണിച്ചു തരാം. ഇവിടെ മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് മീൻ പിടിക്കുകയാണ്. മീൻ കിട്ടിയോ എന്നറിയില്ല. നേരം നോക്കാം കേട്ടോ. അത് മീൻ പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മീൻ പിടിക്കുന്നവരോട് ചോദിച്ചായിട്ട് അവർക്ക് 2-3 കിട്ടും, ചിലപ്പം കിട്ടും പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നടന്ന് വന്ന വഴി കണ്ട. ഈ വഴി കൂടെ ഈ വഴി കൂടെ ഇപ്പോഴും മാത്രമേ നമുക്ക് നടന്ന് വരാൻ പറ്റൂ. മഴ സമയത്ത് നമുക്ക് ഒരിക്കലും വഴി വരാൻ പറ്റില്ല. കാരണം അത്ര വെള്ളമായിരിക്കും. ഒരുപാട് വെള്ളമായിരിക്കും എന്ന് പറയുന്നത്. കാരണം ഫുള്ള് നിറഞ്ഞ് കിടക്കും. അപ്പോൾ ഈ വഴി വരാൻ ഇപ്പോഴാണ് ഈ സൈഡിൽ കൂടെ വരും. കൊക്ക് പിന്നെ കുളക്കോഴി നിങ്ങളെ പറയാൻ എനിക്കറിയാം. ഇവിടെ കുളക്കോഴി എന്ന് പറയുന്നത് കറുത്തതും അവിടെ ഇരിക്കുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ പാലത്തിലൂടെ ഇരിക്കും. ഞാൻ അടുത്ത ചെല്ലുമ്പോൾ അത് പറന്ന് പോകുന്നുണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഇതുവരെ ഞാൻ ഇതുവരെ എത്തിയില്ല. മാക്സിമം വെച്ച് ഒരുപാട് ഞാൻ നടന്ന് ഞാൻ ഇവിടെ എത്തി. ഇനി കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അങ്ങോട്ട് പോകും തോറും ഇച്ചിരി ഡേഞ്ചറാണ് ഇത്. അങ്ങോട്ട് പോകുന്നവരും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണത്. എന്നാൽ ഇതുവരെ ഞാൻ എന്തായാലും മാക്സിമം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. വെള്ളേണി കായലിൻ്റെ ഭംഗി നിങ്ങളത് കണ്ടു നോക്കണം.
ഒരു ടൂറിസം ഇതായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരാമെന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ കുട്ടനാടോ അങ്ങനെയൊക്കെ നമ്മൾ കുട്ടനാടൊക്കെ ഞാൻ ഇല്ല തെറ്റ് പറയുന്നില്ല, പക്ഷേ എന്നാലും നമ്മുടെ വെള്ളായണി കായൽ എന്ന് പറയുമ്പോൾ അതൊരു അടിപൊളി സ്ഥലം. കണ്ടോ, നിങ്ങൾക്ക് ഈ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ ഈ വെള്ളായണി കായലിൽ വന്നപ്പോൾ കണ്ടേട്ടാ, 2-3 നേരം കണ്ടേട്ടാ. അപ്പോൾ അവരോട് ചോദിക്കും എന്താണ് അവരുടെ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ വെള്ളായണി കായലിൻ്റെ ഇതൊക്കെ? അടിപൊളിയാണ്. സ്ഥലം ഇവിടെ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. കാക്കാമൂല പൂങ്കുളം. ആ കൈലാശ്വരം. എൻ്റെ വീട് പെരിങ്ങമല. ആ പൂങ്കുളം വെടിവെച്ചോങ്കോല. ആ പേരൊന്ന് രാഹുല്, അഭിജിത്ത്, വിഷ്ണു. ആ നിങ്ങൾ എല്ലാ ദിവസവും വരാണ്ടോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന എന്തായാലും നല്ല വൈബുള്ള സ്ഥലമല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ്ടോ ഈ കാണുന്നുണ്ടോ? ഇവിടെ ഒരു വല ഇട്ടിരിക്കണുണ്ടോ? ഇവർ വല ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അടുത്ത് പിന്നെ അവർ വന്നിട്ട് പിന്നെ വൈകുന്നേരമോ രാത്രി വന്നിട്ട് കണ്ടോ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇത് മൊത്തം വല ഇട്ടിരിക്കണുണ്ട്. അപ്പം അവിടെ നിന്ന് വരുന്ന മീനുകളൊന്നും അങ്ങോട്ട് പോകില്ല, എല്ലാം ഈ വലയിൽ തങ്ങി നിൽക്കും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണത്. അപ്പം ഇതിപ്പോൾ പൊക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അത് ഞാൻ വെക്കുന്നില്ല അത്. അപ്പോൾ എന്തായാലും അവർ വൈകുന്നേരമോ രാത്രി വന്നിട്ട് ഈ വല എടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നെല്ലാം മീൻ നിൽക്കും. ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതാണ്ട് അതാണ്ട് വല കണ്ടോ? ഇത് അതിൽ മീൻ കിടക്കുന്നുണ്ട്. അതാണ്ട് അങ്ങോട്ട് നോക്കി കണ്ടോ? ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ കണ്ടോ? ഇത് കരിമീനാണെന്ന് പറഞ്ഞിട്ട് കണ്ടോ? അപ്പോൾ ഇതുപോലെ ഇതിനെ പൊക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മീൻ കാണും. എന്തായാലും ഇതാണ് മീൻ. കണ്ടോ നോക്കി. ഞാനിപ്പോൾ അതിനെന്തായാലും അങ്ങ് വിടുകയാണ് അങ്ങ്, കാരണം നമ്മളായിട്ട് അതിനൊന്നും ചെയ്യുന്നില്ല. അങ്ങ് പോട്ടെ. കണ്ടോ? പക്ഷെ അതിന് ജീവനുണ്ട്. കണ്ടോ? അത് വെള്ളത്തിൽ കിടക്കണുണ്ടോ? കിടന്ന് പിടയ്ക്കണുണ്ടോ? കണ്ടോ? ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയപ്പോൾ ഒരു മീൻ കണ്ടോളൂ. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഇനി വലയ്ക്കകത്ത് ഒരുപാട് മീൻ എന്തായാലും കാണും. ഞാനിപ്പോൾ ഈ വെള്ളായണി കായലിൽ ഇവിടെ എത്തിപ്പെടുക കണ്ടോ? ഞാനൊരു ഇവിടെ എന്താ ഒരു കണ്ടോ ഒരു കാ പോലെ കിടക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് ഇവർ എന്തെങ്കിലും വളർത്തി ഇട്ടിരിക്കുന്നതാണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇങ്ങോട്ട് നോക്കി നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ കായലിൻ്റെ സൈഡിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ. കേട്ടോ നോക്കി. ഇത് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട് അങ്ങോട്ട് ഉണ്ടോ. അപ്പോൾ ഞാൻ ഈ വന്ന വഴിയിലാണ് ഇതെല്ലാം കണ്ടത് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇങ്ങോട്ട് നോക്കി ഉണ്ടോ? എന്താണെന്ന് അറിഞ്ഞൂടെ. അത് തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും തമ്പാനൂരിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഒരുപാട് ബസ്സുണ്ട്. വെള്ളായണി ക്ഷേത്രം അല്ലെങ്കിൽ കാക്കാമൂല എന്ന് പറഞ്ഞ ഒരുപാട് ബസ്സുകൾ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇവിടെ നല്ല ഷാപ്പുണ്ട്, പുഞ്ചക്കരി ഷാപ്പുണ്ട്. അവിടെ നല്ല സൂപ്പർ ഫുഡുണ്ട്. ചിക്കനും കപ്പയും എല്ലാം ഉണ്ട്. എല്ലാ ഫുഡും കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാം. നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് പോയിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇവിടെ പിന്നെ മോഹൻലാലിൻ്റെ സിനിമ ചെയ്ത സ്ഥലമുണ്ട്, കിരീടം പാലം. അതും കാണാൻ പറ്റും. ചേട്ടാ ഇത് താമര എടുത്തിട്ടത് ഒരാൾക്ക് ഓർഡറാണ്. ഓർഡറാണ് അമ്പലത്തിലത് നടാൻ വേണ്ടി. ഓ നടാൻ വേണ്ടി. ഓ ഓ ഇത് നട്ട പൊടിക്കോ വീട്ടിൽ നട്ടത്? ആ പൊടി മൂടുണ്ട വേരുണ്ടോ? ആ ആ ആ വേരുണ്ടോ? ഈ വേരുണ്ടോ? ആ ഈ വേരല്ലേ? ഈ വേരുണ്ട്, ബാക്കി വേരുണ്ടോ? ഓ ഓ ഇതുകൊണ്ട് നമ്മൾ നട്ടാൽ അത് നല്ലതായിട്ട് പൊടിക്കും. ആമ്പൽ എല്ലായിടത്തും പൊടിക്കും. ആ ചേട്ടൻ്റെ പേര്? എൻ്റെ ഷൈജ്. ആ ഇവിടെ തന്നെ സ്ഥലം? ആ ഞാൻ ഈ വെള്ളായണി കായലിൻ്റെ അവിടെ നിന്നില്ലേ നേരത്തെ കണ്ടില്ലേ, അവിടെ നിന്ന് ഞാൻ കുറച്ച് ഇപ്പുറം വന്നപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഈ വെള്ളായണി കായൽ കാർഷിക കോളേജും കാക്കാമൂലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ കാണുന്നത് കേട്ടോ.
ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് ചേട്ടൻ ആമ്പല് പറിച്ച് കൊടുക്കുകയാണ് ഇവിടെ നിന്ന്. കാരണം അത് വീട്ടിലൊക്കെ നടാൻ പറ്റും. എന്നിട്ട് അത് നല്ലതായിട്ട് വളരെ ചേട്ടൻ പറയുന്നത്. അപ്പം ഈ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് നിർത്തി വെച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് വെള്ളായണിക്കായലിൽ കാർഷിക കോളേജും തമ്മിൽ നമ്മൾ കാക്കാമ്പലി തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം വരുന്നതാണ്, ഫ്ലൈ ഓവർ വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഏതാണ്ട് ഒരു പകുതി ഭാഗം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവഴി ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ, കാറൊന്നും വരത്തില്ല. നിങ്ങൾ വരുന്നവർ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, പണ്ടത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റി, വെള്ളായണിക്കായലിനെ പറ്റി. ആ ഭംഗിയൊക്കെ ഇവിടെ നിന്ന് പോയി, കുറച്ചൊക്കെ പോയിട്ട്. എന്നാലും ഇനിയിപ്പോൾ ഇത് ഫ്ലൈ ഓവറൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ല രസമാകും എനിക്ക് തോന്നുന്നത്. അപ്പം വരുന്നവർ ഇതുവഴി ബൈക്ക് മാത്രമേ വരത്തുള്ളൂ, കാറൊന്നും വരത്തില്ല. അത് തിരിഞ്ഞ് വെങ്ങാനൂർ വഴിയാണ് കറങ്ങി പോകാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടപ്പോൾ വേറൊരു കാഴ്ച നിങ്ങൾ കാണിച്ചത്. ഏതാണ്ട് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ, കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഏതാണ്ട് പോകുന്നുണ്ട് കണ്ടോ, ആ ഫ്ലൈറ്റ് പോകുന്ന കാഴ്ചയാണ് ഇവിടുന്ന്. വെള്ളായണിക്കായലിൽ നിന്നുള്ള കാഴ്ചയാണ് ഉണ്ടോ. ഇനി എത്ര ഇതിപ്പോൾ പണി നടന്നാലും ശരിയല്ല. എന്താ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണത്, വെള്ളായണിക്കായൽ എന്ന് പറഞ്ഞാൽ വെള്ളായണിക്കായലല്ല. ആ ഒരു ഭംഗി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോഴും ഈ യാത്രാ സൗകര്യം കുറച്ച് കുറവാണെങ്കിലും ഇപ്പോഴും ഇവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ വലയിടുന്നുണ്ട്. അപ്പോൾ ചേട്ടർ വലയിടുന്നുണ്ട്, ഇവിടെ മീൻ അല്ല പിടിക്കുന്നുണ്ട്, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പേഴ്സണലാണ്. വലയിട്ട് മീൻ പിടിക്കുന്നവർ മീൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാലും ഇവിടെ നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും. ബൈക്കിൽ മാത്രം വന്നാൽ, അല്ലെങ്കിൽ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ സൈഡിലോ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് വരാം. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതാണ്ട് ബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നല്ല കരിമീനും നല്ല ഫ്രഷ് മീനാണ് അപ്പോഴേ പിടിച്ചവർ അപ്പോഴേ തരുന്നുണ്ട്. ഇത് റേറ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചോളണം. അതുകൊണ്ട് എന്തെങ്കിലും നല്ല മീൻ ഇവിടെ കിട്ടും. കണ്ട പാവം, അതിന് ഈ ചൂട് സമയത്താണ് കേട്ടോ വെള്ളം ദാഹിച്ചാൽ അത് അവിടെ കിടന്ന ചെളി വെള്ളം കുടിക്കുന്ന നോക്കി. എന്തായാലും ഈ വെള്ളായണിയിലുള്ള കാഴ്ചകളല്ലേ ഇവിടുത്തെ മനോഹരമായ നല്ല കാഴ്ചകളല്ലേ. ഇവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു. അടുത്തൊരു അടിപൊളി കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം.